ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ആഗസ്റ്റ് 16 വിശുദ്ധ റോക്കിന്റെ തിരുനാൾ. ഫ്രാൻസിലെ മോൺപെല്ലിയറിലെ ഗവർണറുടെ ഏക മകനായി ജനിച്ച റോക്ക് മാതാപിതാക്കന്മാരുടെ മരണത്തെ തുടർന്ന് തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ദാനമായി നൽകിയതിനു ശേഷം ഫ്രാൻസിസ്കൻ 3-ാം സഭയിൽ ചേരുകയും തീർത്ഥാടനത്തിനായി റോമിൽ പോവുകയും ചെയ്തു. ആ തീർത്ഥാടനം യേശു ഗലീലിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് ചെയ്ത യാത്രയോട് സദൃശമായിരുന്നു. 1315 പ്ലേഗ് ബാധിച്ച രോഗികൾക്കിടയിൽ സേവനമനുഷ്ഠിക്കാൻ സ്വയം സമർപ്പിക്കുകയും വടക്കേ ഇറ്റലി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയും ചെയ്തു. റോമിലെത്തി അവിടെയും പ്ലേഗ് ബാധിച്ചവരെ ശുശ്രൂഷിക്കുന്നതിന് അദ്ദേഹം സ്വയം സമർപ്പിച്ചു. തിരിച്ചു പോരുമ്പോൾ അദ്ദേഹം ഈ രോഗത്തിന് അധീനനായി. അനേകം പ്ലേഗ് ബാധിതരെ ശുശ്രൂഷിക്കുന്നതിനും രക്ഷിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചെങ്കിലും രോഗബാധിതനായ റോക്കിനെ ആരും സ്വീകരിച്ചില്ല. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അദ്ദേഹം ഒരു വനത്തിൽ അഭയം കണ്ടെത്തി. ഒരു നായ അദ്ദേഹത്തിന് റൊട്ടിക്കഷ്ണങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു. രോഗവിമുക്തനായപ്പോൾ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയ റോക്കിനെ ചാരനാണെന്ന് സംശയിച്ച് ജയിലിൽ അടയ്ക്കപ്പെട്ടു. 1327 ജയിലിൽ കിടന്നു തന്നെ അദ്ദേഹം മരിച്ചു. സ്വന്തം വീട്ടുകാര് പോലും റോക്കിനെ തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ്. ഉർബൻ 8-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധ റോക്കെ, പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെയും ലോകം മുഴുവനെയും കാത്തു സംരക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.